ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ there എന്ന വാക്കിന്റെ പ്രത്യേക ഉപയോഗമാണ്. there എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അവിടെ എന്നുള്ളതാണ്. എന്നാൽ ഈ അർത്ഥമില്ലാതെ, അവിടെ എന്നുള്ള അർത്ഥമില്ലാതെ there ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. മുൻപ് നമ്മൾ ഇതുപോലെ it എന്ന വാക്ക് കണ്ടു. ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് ഹോട്ട്, ഇറ്റ് ഈസ് കോൾഡ് എന്നൊക്കെ പറയുന്നത് കണ്ടു. അവിടെ ഇറ്റ് എന്ന വാക്കിന്റെ അത്, ഇത്, അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ആ അർത്ഥമില്ലാതെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് ദേറും ഉപയോഗിക്കുന്നത്. ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു. ബി എന്ന വെർബ് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ പ്രധാന ഒരു ഉപയോഗമാണ് സാന്നിധ്യം, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. ആ പ്രസൻസിനെ കാണിക്കുന്ന ഉപയോഗം there എന്ന വാക്ക് വെച്ച് ഇംഗ്ലീഷിൽ ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സിംഗുലർ നമ്മൾ കണ്ടു കഴിഞ്ഞു. there is a boy, there was a boy, there will be a boy. അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം എല്ലാം കണ്ടു. ഇപ്പോൾ പ്ലൂറൽ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. there are books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. ആ രീതിയിലുള്ള വാചകങ്ങള്. അതിന്റെ ചോദ്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ നെഗറ്റീവ് കണ്ടു. മേശപ്പുറത്ത് പുസ്തകങ്ങളില്ല. there aren't any books on the table. ആ രീതിയിൽ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നെഗറ്റീവ് ചോദ്യമാണ് നമ്മൾ കാണുന്നത്. നെഗറ്റീവ് ചോദ്യം, മേശപ്പുറത്ത് 5 പുസ്തകങ്ങളില്ല. there aren't 5 books on the table. അതെങ്ങനെ ചോദ്യമാക്കുമെന്ന് നമുക്കറിയാം. ആൻഡ് എന്ന വാക്ക് ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. ഇത് ആറിന്റെ എന്നല്ല ഉച്ചരിക്കുന്നത് നമുക്കറിയാം. ആൻഡ് എന്നുള്ളതാണ്. ആൻഡ് there 5 books on the table. ആൻഡ് there 5 books on the table. മേശപ്പുറത്ത് 5 പുസ്തകങ്ങളില്ലേ. അതുപോലെ ആൻഡ് there any trees there. ആൻഡ് there any trees there. ആൻഡ് there any trees there. അവിടെ മരങ്ങളില്ലേ. and there many students here. and there many students here. ഇവിടെ ധാരാളം സ്റ്റുഡൻസ് ഇല്ലേ. നെഗറ്റീവ് ചോദ്യമാണ്. 4 തരത്തിലുള്ള വാചകങ്ങൾ സാധാരണ കാണുന്നതാണ്. അതുപോലെ നമ്മൾ ഇവിടെയും കാണുകയാണ്. ഇന്ന് കാണുന്നത് 4ാമത്തെ വാചകമാണ്. there are many students here. അതിന്റെ ചോദ്യം are there many students here. നെഗറ്റീവ് there aren't many students here. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ and there many students here. Okay. നേരത്തെയും പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വാചകങ്ങളിൽ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് any എന്നുള്ള വാക്ക്. സാധാരണ സം എന്ന വാക്ക് ഇങ്ങനെ ചോദ്യത്തിൽ നെഗറ്റീവിൽ ഉപയോഗിക്കാറില്ല. അതിന് പകരം any എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പാസ്റ്റിലേക്ക് പോവുകയാണ്. there were many books on the table. ധാരാളം പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ടായിരുന്നു. ചോദ്യം were there many books on the table. മേശപ്പുറത്ത് ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. 3ാമത്തെ വാചകൻ നെഗറ്റീവ്. there weren't many books on the table. മേശപ്പുറത്ത് ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ ചോദ്യം weren't എന്നുള്ളത് മുന്നിലിട്ടാൽ മതി. ഇവിടെ നമ്മൾ 5 books എന്നുള്ളൊരു വാചകമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പറഞ്ഞു നോക്കാം. weren't there 5 books on the table. weren't there 5 books on the table. weren't there 5 books on the table. മേശപ്പുറത്ത് 5 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ. നെഗറ്റീവ് ആണ്, പാസ്റ്റ് ആണ്. അടുത്തത് weren't there any trees there. weren't there any trees there. അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അവിടെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. ആ രീതിയിലും തർജ്ജമ ചെയ്യാം. weren't there many students here. weren't there many students here. ഇവിടെ ധാരാളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ലേ. എല്ലാം നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം പ്ലൂറൽ ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരിക്കലും സിംഗുലർ ഉപയോഗിക്കരുത്. weren't there a student here എന്ന് പറഞ്ഞാൽ തെറ്റാണ്. weren't there a student എന്ന് പറയില്ല. കാരണം a student എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. ഇത് പ്ലൂറലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്തത് ഫ്യൂച്ചർ will be. നേരത്തെ പറഞ്ഞതുപോലെ ഇത് സിംഗുലറിനും പ്ലൂറലിനും ഉപയോഗിക്കാം. നാളെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. there will be a class tomorrow. നാളെ 2 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. there will be 2 classes tomorrow. ആദ്യം പറഞ്ഞത് സിംഗുലർ ആണ്, രണ്ടാമത് പറഞ്ഞത് പ്ലൂറൽ ആണ്. പക്ഷെ ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ സാധിക്കില്ല. ഇവിടെ നിർബന്ധമായിട്ടും പ്ലൂറൽ തന്നെ ഉപയോഗിക്കണം.
There will be 5 books on the table. There will be 5 books on the table. മേശപ്പുറത്ത് 5 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ ചോദ്യം will there be 5 books on the table? Will there be 5 books on the table? മേശപ്പുറത്ത് 5 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമോ? നെഗറ്റീവ് there won't be 5 books on the table. There won't be 5 books on the table. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. മേശപ്പുറത്ത് 5 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. നെഗറ്റീവ് ചോദ്യമാണ്. won't there be, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. won't be there അല്ല, won't there be, there നടുക്കാണ് വരിക. won't there be 5 books on the table? won't there be 5 books on the table? മേശപ്പുറത്ത് 5 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഫ്യൂച്ചറാണ്, പിന്നീട് നടക്കാൻ പോകുന്ന കാര്യമാണ്. won't there be any trees there? won't there be any trees there? അവിടെ മരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ അവിടെ മരങ്ങൾ ഉണ്ടായിരിക്കില്ലേ. ഇപ്പോൾ ഇല്ല, പിന്നീട് അവിടെ നട്ടു വളർത്തുമോ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ചോദിക്കുന്നത്. won't there be any trees there? won't there be many students here? won't there be many students here? ഇവിടെ ധാരാളം സ്റ്റുഡൻസ് ഉണ്ടായിരിക്കില്ലേ. ഈ രീതിയിൽ നമ്മൾ കാണുന്നു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഓരോന്നിലും നമ്മൾ 4 വാചകങ്ങൾ വെച്ച് കണ്ടിട്ടുണ്ട്. there are many students here, are there many students here, there aren't many students here, aren't there many students here. അതുപോലെ ഇവിടെയും 4 വാചകങ്ങൾ. there were many students here, were there many students here, there weren't many students here, weren't there many students here. ഇവിടെയും 4 വാചകങ്ങൾ. there will be many students here. question will there be many students here? negative. there won't be many students here. negative question. won't there be many students here? ഇന്ന് കണ്ടത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ബി എന്ന വേർബ് അതിന്റെ രൂപങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മറ്റു വാക്കുകൾ ഇവിടെ വയ്ക്കാം, അർത്ഥമുള്ള വാക്കുകൾ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ എപ്പോഴും പ്ലൂറല് വയ്ക്കാവൂ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവിടെയും പ്ലൂറൽ തന്നെ വയ്ക്കണം. കാരണം എപ്പോഴും നമ്മൾ പ്ലൂറലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെയും പ്ലൂറൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കണം. ആ ലിസ്റ്റിലുള്ള വേർബ്സ് കഴിഞ്ഞാൽ പുതിയ വേർബ്സ് പഠിക്കുക. അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, ഉച്ചാരണം, അർത്ഥം ഇതെല്ലാം പഠിക്കണം. ഓക്കെ, ആത്മവിശ്വാസത്തോടെ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക്
ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും അതിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. സ്ലേ, സ്ലൂ, സ്ലേൻ, ടേക്ക്, took, taken, shake, shook, shaken, freeze, froze, frozen, forsake, forsook, forsaken, arise, arose, risen, rise, rose, risen. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇനിയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്, അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്, arrest, arrested, arrested, behave, behaved, behaved, brush, brushed, brushed, chew, chewed, chewed, contain, contained, contained, belong, belonged, belonged, damage, damaged, damaged, delay, delayed, delayed, gaze, gazed, gazed, examine, examined, examined, end, ended, ended, embarrass, embarrassed, embarrassed, explode, exploded, exploded, dust, dusted, dusted, dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്, ഡെക്കറേറ്റ്, ഡെക്കറേറ്റഡ്, ഡെക്കറേറ്റഡ്, accept, accepted, accepted, include, included, included, hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ
ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ല പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.